മണ്ണിലും വിണ്ണിലും മതിവര കാഴ്ചകൾ നിറച്ച തൃശൂർ പൂരം പൂത്തുലഞ്ഞു. ശക്തന്റെ തട്ടകത്തെ പൂരക്കടലാക്കി ജനസാഗരം പൂരത്തിൽ അലിഞ്ഞു ചേർന്നു. ചിട്ടതെറ്റാതെ കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥനിലേക്ക് എത്തിയപ്പോൾ തന്നെ പുരുഷാരം പൂരത്തിരക്കിലായിരുന്നു. തുടർന്ന് കണിമംഗലം ശാസ്താവും ചെമ്പുകാവും പനമുക്കും പിള്ളിയും കാരമുക്കും ലാലൂരും ചൂരക്കോട്ടുകാവും അയ്യന്തോളും എത്തിയതിനു പിന്നാലെ നെയ്തലക്കാവിലമ്മ എത്തിയതോടെ ശ്രീമൂലസ്ഥാനം ജനസാഗരമായി. വഴിനീളെ പറയെടുപ്പോടെയായിരുന്നു തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ്. 11:30 കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ശിരസിലേറി തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിൽ വരവ് തുടങ്ങി. മഠത്തിന് മുൻപിൽ കോങ്ങാട് മധു പതിക്കാലത്തിൽ തിമിലയിൽ താളമിട്ടു. നടുവിലാലിൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു വടക്കുംനാഥനിലേക്ക് ചേരനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ 2ാം പ്രമാണത്തിൽ തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളത്ത്. കത്തിജ്വലിക്കുന്ന മേടച്ചൂടിൽ ഉച്ചയ്ക്ക് 12:25 പാർമേക്കാവ് ഭഗവതിയുടെ പുറത്തേക്കെഴുന്നള്ളത്ത് പ്രൗഢഗംഭീരമായി. 15 ആനകളുടെ അകമ്പടിയോടെ ഗുരുവായൂർ നന്ദന്റെ ശിരസിൽ സ്വർണവർണ്ണ തിളക്കത്തിൽ രാജകീയ എഴുന്നള്ളിപ്പിന് കിഴക്കൂട്ട അനിയന്മാരാരുടെ പാണ്ടിമേളം അകമ്പടിയേകി. പൂരം പുരുഷാരത്തെ ഇളക്കിമറിച്ച് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തെ മതിൽനകത്തെ ഇലഞ്ഞിച്ചൂട്ടിൽ ലോകോത്തര ക്ലാസിക്കൽ സിംഫണിയായി ഇലഞ്ഞിത്തറ മേളം മുറുകി. കടലിരുമ്പുന്ന ജനസാഗരത്തെ ആറാടിച്ച് ഇരു ഭഗവതിമാരും സായം സന്ധിയിൽ തെക്കോട്ടിറങ്ങി കുടമാറ്റം കൊണ്ട് പൂരപ്രേമികൾക്ക് നിറക്കൂട്ടുകളുടെ അപൂർവ വിരുന്നൊരുക്കി. രാത്രി പകൽപൂരത്തിന്റെ തനിയാവർത്തനം. വെളുപ്പിന് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ ഊഴമനുസരിച്ച് കമ്പക്കെട്ടിന് തീ കൊളുത്തി രൗദ്രത തീർക്കും. ശനിയാഴ്ച രാവിലെ ഇരു ഭഗവതിമാരും വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളും. ഇരുവിഭാഗത്തിന്റെ മേളം കൊട്ടിക്കലാശിക്കുന്നതോടെ ഇരു ഭഗവതിമാരും ഉപചാരം ചൊല്ലിപ്പിരിയും. പകൽ വെടിക്കെട്ടോടെ അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പായിരിക്കും ഇനി പൂരപ്രേമികൾക്ക്. TCV ന്യൂസ്, തൃശൂർ.